യേശയ്യക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ദൈവവചനം ജീവിത വിജയത്തിന് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പ്രബോധനം നൽകുന്നത്. ഇന്ന് നാം കാണുന്ന ഇതാണ്, മനുഷ്യർ അവിടെ ഇവിടെ എല്ലാം ഓടി നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അത് കിട്ടണം, ഇത് കിട്ടണം, അതിൽ ജയിക്കണം, ഇതിൽ ജയിക്കണം, ഈ കോഴ്സ് പാസ്സാകുമോ, വിസ കിട്ടുമോ, കല്യാണം നടക്കുമോ എന്ന്. പക്ഷേ പലർക്കും അറിയില്ല, ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിച്ചാൽ, അല്ലെങ്കിൽ പലരും തിരിച്ചറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ മറ്റുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. മത്തായി 6:33 പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നു. എന്നാൽ ദൈവവചനം അത് പിന്നീടുള്ള കാര്യമാണ്. എല്ലാം ശരിയാകട്ടെ, എല്ലാം മാറട്ടെ എന്ന് പറയും അല്ലേ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നോളാം, വചനം കേട്ടോളാം എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ട് 1 തെസ്സലോനിക്കാർക്ക് പൗലോസ്ലീഹ എഴുതിയ 1 ലേഖനത്തിൽ 2 അധ്യായം 13 വാക്യം, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, പിന്നെയോ വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുൾ റോഡ് ബ്ലോക്സ് ഓഫറിങ് ബെനിഫിഷ്യൽ ലെസൺസ് ടു എൻഹാൻസ് ദ മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയും. മാനസികമായ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ലക്ഷ്യപൂർവമായ ചില തടസ്സങ്ങൾ. അപ്പോൾ നമ്മൾ ഈ തടസ്സങ്ങൾ മാറ്റണം. അപ്പോൾ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം, അപ്പോസ്തലന്മാരിലൂടെ നൽകിയ, സഭയിലൂടെ നമുക്ക് കിട്ടിയ, ഇന്നിപ്പോൾ ഷൈജു ബ്രദറിലൂടെ ഈ വചനം, എൻ്റെ സ്ഥാനത്ത് മറ്റ് ആരായിരുന്നാലും ഈ ദൈവവചനം ആരിലൂടെ പ്രസംഗിക്കപ്പെട്ടാലും മനുഷ്യരുടെ വചനമായിട്ടല്ല, പിന്നെയോ വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന, ടേക്ക് ദ പോയിന്റ്, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന. പലരും ദൈവവചനം കേട്ടിട്ട് ഇതിലേ കേട്ട് അതിലേക്കൂടെ പോകുന്നു, അല്ലെങ്കിൽ യാതൊരു ഫലവും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ദൈവവചനം വിശ്വാസികളായിട്ടുള്ള ഒരു വിശ്വാസത്തോടെയാണോ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്? യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമോ അങ്ങേര് ഇതും പറയും, ഇതിലും വലുതും പറയും, എത്ര നേരം വേണമെങ്കിലും പറഞ്ഞോളും എന്ന് പറയും. അപ്പോൾ ഇത് മനുഷ്യൻ്റെ രൂപകൽപ്പനയോ മനുഷ്യൻ്റെ പദ്ധതിയോ അല്ല, ദൈവത്തിൻ്റെ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ, വീണ്ടും ആ വചനം പറയാൻ തോന്നുന്നു, 1 തെസ്സലോനി 2:13 മറന്നു പോരുത് കേട്ടോ. ദൈവത്തിൻ്റെ വചനമായിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ക്യാൻസർ മാറും, ട്യൂമർ മാറും, ആത്മീയ അഭിഷേകം കിട്ടും, പ്രാർത്ഥനയിലെ മടുപ്പ് മാറും, ജീവിത ലക്ഷ്യം ക്രിസ്തുവായി മാറും, സാക്ഷിയായിത്തീരും, ആർക്കെതിരെയും പിറുപിറുക്കത്തില്ല, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള ബോധ്യം കിട്ടും, ആന്തരിക സൗഖ്യം കിട്ടും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആന്തരിക സൗഖ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്താൽ നിറയപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. അതുകൊണ്ടാണ് 2 പത്രോസ് 1:20-21 പറയുന്നുണ്ട് പത്രോസിക, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല, തോന്നുമ്പടി പറഞ്ഞിട്ട് പോകാനോ കേട്ടിട്ട് പോകാനുള്ളതോ അല്ല. എന്തെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ബുദ്ധിയാൽ രൂപം കൊണ്ടതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. ദൈവത്തിൻ്റെ മനുഷ്യർ, ദൈവം മനുഷ്യനെ, നമുക്കറിയാം, ഇപ്പോൾ ഒരു പേനയുടെ റീഫില്ലിൻ്റെ അകത്ത് ചുമന്ന മഷിയാണ് നിറച്ചിരിക്കുന്നതെങ്കിൽ അത് ചുമന്ന കളറിൽ തെളിയും, പച്ചയാണെങ്കിൽ അത് പച്ച കളറിൽ തെളിയും, നീലയാണെങ്കിൽ അത് നീല കളറിൽ തെളിയും. അതിൽ മഷിയില്ലെങ്കിൽ അത് തെളിയാനേ പോകുന്നില്ല. എത്ര നല്ല പേനയായാലും അതിൽ മഷി വേണം. ഇതുപോലെ ദൈവത്തിൻ്റെ മനുഷ്യർ, ആ സുവിശേഷം പ്രസംഗിക്കുന്നവരിൽ ദൈവത്തിൻ്റെ വചനം നിറഞ്ഞിരിക്കുന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ
സംസാരിച്ചതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഇനി ചിലർ പറയും ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഇവർ എന്താണ് ഈ പറയുന്നത് എന്ന്. 2 കൊറിന്തോസ് 4 അധ്യായം 3-4 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്, ഈ വചനം ചിലപ്പോൾ ഇച്ചിരി കടുകട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പിന്നെ കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ചുരുളഴിയും. വചനത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. സങ്കീർത്തനം 119, 130 ഇന്നലത്തെ എപ്പിസോഡിൽ ഞാനിതിനെക്കുറിച്ച് പറഞ്ഞതാണ്. വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും. അപ്പോൾ 2 കൊറിന്തോസ് 4:3-4 തന്നെ പോരാ. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അതായത് മാറ്റം വരുത്താനും ഇഷ്ടമില്ല. ആരെന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കുക. മാർപ്പാപ്പയ്ക്കും കുറ്റം, സഭയ്ക്കും കുറ്റം, കുർബാനയ്ക്കും കുറ്റം, അച്ഛനും കുറ്റം, പ്രാർത്ഥിക്കുന്നതും കുറ്റം, വചനത്തിനും കുറ്റം. അങ്ങനെയല്ല. അപ്പോൾ കുറ്റമില്ലാത്തതായിട്ടൊന്നുമില്ല. ആകെ കുറ്റമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഞാൻ മാത്രം. അങ്ങനെയും പറയണില്ലെന്ന് പറയും. അപ്പോൾ അതും പറയണ്ട. നിഗൂഢമായിരിക്കുന്നത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുക. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. യേശുവിൻ്റെ കാലത്ത് അപ്പോസ്തലന്മാരുടെ അടുത്ത് അന്നൊക്കെ രോഗശാന്തി, അത്ഭുതം, അടയാളമൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പം നടക്കുന്ന വചനപ്രഘോഷണവും ധ്യാനവും എല്ലാം തട്ടിപ്പാണെന്ന് പറയും. അപ്പം അതാണ് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അപ്പം ഇന്നും അതേ വചനം പറയുമ്പോൾ അതിനേക്കാൾ വലുത് സംഭവിക്കും. യോഹന്നാൻ 14:12 12 മുതൽ 14 വരെ യേശു പറയുന്നുണ്ട്, എന്നിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിനാൽ അവയേക്കാൾ വലിയവയും പ്രവർത്തിക്കും. ചെറുതല്ല. യേശു അപ്പോസ്തലന്മാരും ചെയ്തതിനേക്കാൾ വലിയവ വചനത്തിൽ ശരിക്കും വിശ്വസിക്കുന്ന, വചനശക്തിയുക്തം വിശ്വാസത്തോടെ പ്രസംഗിക്കുന്നവരിലൂടെ ഇന്നും നിറവേറ്റും. അന്ധൻ്റെ കണ്ണ് തുറക്കും, ചെകിടൻ്റെ കാതിൻ്റെ കെട്ട് അഴിയും, ഊമൻ്റെ നാവ് അതിന് സംസാര ശക്തി കിട്ടും, മരിച്ചവർ ഉയർപ്പിക്കപ്പെടും. ഇന്നും ആ വചനശക്തിയുക്തം വിശ്വാസത്തോടെ പ്രഘോഷിക്കുകയും ശ്രവിക്കുകയും ചെയ്താൽ. തിമോത്തിയോസിന് പൗലോസ് എഴുതിയ ലേഖനത്തിലെ 1 തിമോത്തി 4:9 അവിടെ പറയുന്നുണ്ട്, വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. അപ്പോൾ തികവോടെ അത് സ്വീകരിക്കണം. പ്രഘോഷിക്കുന്നവരായാലും അത് തികവോടെ പങ്കുവെക്കണം. സ്വീകരിക്കുന്നവരായാലും ആ തികവിൽ. നമുക്കറിയാം, ടാപ്പിലൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ പാത്രം കമിഴ്ത്തി വെച്ചിട്ട് കാര്യമില്ല. പാത്രം നിവർത്തി തന്നെ വെക്കുക. അത് ആ ടാപ്പിൻ്റെ അടിയിൽ വെക്കണം. ഇതുപോലെ വചനം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങണം. മാർക്കോസ് 12:24 പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. വൈദ്യശാസ്ത്രം പൂർണ്ണമായി കൈയൊഴിഞ്ഞാലും മഹാപാപിയെന്ന് ലോകം മുഴുവൻ നിന്നെ മുദ്ര കുത്തിയാലും ചുറ്റുമുള്ളവരെല്ലാം നിനക്ക് എതിരായ സാഹചര്യങ്ങൾ മുഴുവൻ നിനക്ക് പ്രതികൂലമായിരുന്നാലും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ ജാതിയോ മതമോ ഇല്ല. ഇതാ എത്ര കൊടിയ പാപിക്കും കയറിപ്പോരാൻ, രക്ഷപ്പെടാൻ, സൗഖ്യപ്പെടാൻ, അത്ഭുതങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, വചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ കാരണം പ്രവാചകന്മാരും അപ്പോസ്തലന്മാരെല്ലാം വചനത്തിന് വേണ്ടി ദാഹിച്ചു. ജെറമ്യാ പ്രവചനത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 16-ാമത്തെ തിരുവചനത്തിൽ എന്താണ് അവിടെ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അമൃതമായിട്ട് പ്രവാചകന് അനുഭവപ്പെടുകയാണ്. ഇന്ന് വചനം കേൾക്കുന്ന നമുക്ക് പള്ളിയിൽ ഇച്ചിരി പ്രസംഗം അല്ലെങ്കിൽ ധ്യാനത്തിന് ഒരു പ്രസംഗം നീണ്ടുപോയ കൂർക്കമ്പലിയായി, കോട്ടവായായി. നമ്മൾ മുസ്ലിം സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ, പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ രാഷ്ട്രപതി, ഡോക്ടർ APJ അബ്ദുൽ കലാമും സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, അതുപോലെ പലരും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, ഒരേപോലെ വണങ്ങുന്നു, കുമ്പിടുന്നു, നമസ്കരിക്കുന്നു. അവിടെ ഒരു നടുവേനയും മുട്ടുവേനയും പറയുന്നില്ല.
അപ്പോൾ ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ഐക്യമുണ്ടാകണം, പൂർണ്ണ സമർപ്പണം ഉണ്ടാകണം. അകലെ മാറി നിൽക്കാനുള്ളതോ തോന്നുമ്പടി കേൾക്കാനുള്ളതോ നടക്കാനുള്ളതല്ല, ഭയഭക്തി ബഹുമാനത്തോടെ വചനം കേൾക്കണം. അപ്പോൾ പുറം വേദനയും മുട്ടുവേദനയും ഡിസ്ക് തകരാറും മുട്ടുതേയ്മാനം എല്ലാം മാറിപ്പോവും. ദൈവവചനത്തിന് അർഹിക്കുന്ന സ്ഥാനം നൽകാൻ സാധിക്കുന്നുണ്ടോ? ചിലക്ക് പറയും മുട്ടുകുത്തിയിട്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, കാരണം എൻ്റെ വചനപ്രഘോഷണ ശുശ്രൂഷകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് വർഷങ്ങളായി മുട്ടുകുത്താൻ. വലിയ കോടീശ്വരൻ്റെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയ ഈ ദൈവജനവും പ്രാർത്ഥന എന്നും നിലനിൽക്കാൻ, ബാക്കിയെല്ലാം വന്നോളൂന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ വീട്ടിലെ അമ്മാമ്മ പറഞ്ഞ ഇതാണ്, എനിക്ക് കഴിഞ്ഞ 15 വർഷമായിട്ട് മുട്ടുകുത്തി നിന്നൊന്ന് കുർബാന സ്വീകരിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. അന്നത്തെ പ്രാർത്ഥനയിൽ അവിടെ ആ അമ്മച്ചി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം നടന്നു, കണ്ണ് നിറഞ്ഞൊഴുകണം. എത്ര വർഷമായി ഞാൻ മുട്ടുകുത്തി നിന്നിട്ട്. ചില വചനപ്രവണ ശുശ്രൂഷകൾക്കൊക്കെ വരുമ്പോൾ കൈ പൊക്കാനായിട്ട് പറ്റി. നമുക്കതിനൊന്നും വിലയില്ല, പണ്ടുപോലെ പൊക്കുന്നു താഴ്ത്തുന്നു. ഒന്ന് പൊക്കാൻ പറ്റാതെ ആയവർക്കറിയാം അതിൻ്റെ വിഷമം. മുട്ട് മടക്കാൻ പറ്റി എന്ന് പറഞ്ഞവർ, പിന്നെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ ഒത്തിരി നാളായി ഇങ്ങനെ ചെയ്തിട്ടെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ജെറമ്യാ 15:16 അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷമില്ലാത്തവർ ഈ വചനം പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ച ഒരു സന്തോഷമില്ല, ഒരു പ്രത്യാശയില്ലെന്ന് പറയുന്നവർ ജെറമ്യാ 15:16 ഒരു മാസം പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും ഒരു 10-33 പ്രാവശ്യം. തന്നെ സന്തോഷം കിട്ടും, തന്നെ അത്ഭുതകരമായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഉറപ്പുള്ള കാര്യമാണ്. കാരണം മത്തായി 24:14 പറയുന്നുണ്ട്, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. ഇനി നമ്മൾ മരിച്ചു പോകുന്ന കാര്യമായാലും ലോകാവസാനത്തിൻ്റെ കാര്യമായാലും ഇത് രണ്ടും ഉള്ള കാര്യങ്ങളാണ്. യേശു ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ജനിച്ചു, മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ചു, ഉയർക്കുമെന്ന് പറഞ്ഞിട്ട് ഉയർത്തു, വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വരുമോ? ഈ പറഞ്ഞതെല്ലാം നടന്നെങ്കിൽ അതും നടന്നിരിക്കും. അല്ലാതെ വരണത് പോലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല. ഈ പറഞ്ഞത് യേശു ജനിക്കും, മരിക്കും, ഉയർക്കും, ഇതെല്ലാം പറഞ്ഞു. വീണ്ടും യുഗാന്ത്യമുണ്ട്, യേശു വരുമെന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. പാട്ടിൽ കേൾക്കണല്ലേ, യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ. അപ്പോൾ ഇങ്ങനെ പല അടയാളങ്ങളും കാണും. ജനത്തിനെതിരെ, രാജ്യത്തിനെതിരെ എല്ലാം തിരിയും. വലിയ വലിയ ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ അങ്ങനെ പലതും ഉണ്ടാകും. ഇതെല്ലാം ഒരു ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വചനം സ്വീകരിക്കുക, എല്ലാ ജനതകളെയും സാക്ഷ്യത്തിനായി. മത്തായി 24:14 ഈ രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതുകൊണ്ട് കമൻറ്റ് പറഞ്ഞ് മാറി നിന്നിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ വചന ശുശ്രൂഷകരെ അധിക്ഷേപിച്ചിട്ടോ ധ്യാനകേന്ദ്രങ്ങളെ വില കുറച്ച് കണ്ടിട്ടോ ഒന്നും കാര്യമില്ല. ഇന്ന് ധ്യാനകേന്ദ്രങ്ങളുടെ എണ്ണം ഒത്തിരി വർദ്ധിച്ചു കഴിഞ്ഞു. കാരണം എല്ലായിടത്തും, എല്ലാ മുക്കിലും മൂലയിലും വചനം എത്തിച്ചേരണം. അതുപോലെ യൂട്യൂബിലൂടെ എന്നോട് കുറേ പേര് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇന്നൊരു അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറേ ഇന്ന് ബ്രദറിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് വചനത്തിനെക്കുറിച്ച് എന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു പുറകെ ഇന്നും കൂടെ ഒരെണ്ണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. 1.25 മണിക്കൂറുള്ളൊരു വചനത്തിനെക്കുറിച്ച് ഉള്ളത് കേട്ടു, നല്ല ഇഷ്ടമായി, നല്ല സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ യൂട്യൂബിലൂടെ ആയാലും ലോകത്തിന് ഇനി എത്താത്തിടത്തൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം തമ്പുരാൻ ഇങ്ങനെ എത്തിക്കുകയാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ഞാനൊക്കെ ഒത്തിരി ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് സുവിശേഷവുമായിട്ട് ഓടുകയായിരുന്നു. നമ്മുടെ അടുത്ത് അന്വേഷിച്ച് വരുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു വചനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ വിഷയത്തിനും. അപ്പോൾ പോകേണ്ട സ്ഥലങ്ങളിൽ ദൈവം എത്തിക്കുന്നിടത്തൊക്കെ എത്തിച്ചു. അപ്പോൾ ഇന്ന് അങ്ങനെ എത്തിക്കൽ മാത്രമല്ല, സഭയും റീത്തും ഒന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ദൈവവചനം സ്വീകരിക്കാൻ എല്ലാ മനുഷ്യർക്കും അർഹതയുണ്ട്. എല്ലാ മനുഷ്യർക്കും അത് എത്തിച്ചു കൊടുക്കണം. റോമാലേഖനം 15:20 അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു.
അപ്പോൾ ഈ ഒരു പ്രേരണയാണ് തിരുരക്താഭിഷേക ധ്യാനത്തിലൂടെ വചനം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് തന്നൊരു പ്രേരണയാണ് യൂട്യൂബിലൂടെ നിരന്തരം വചനം കൊടുക്കണം. ആയിരങ്ങളിലേക്ക് 10,000ങ്ങളിലേക്ക് തുരുതുര വചനം എത്താൻ, ഷെയർ ചെയ്യപ്പെടാൻ, സബ്സ്ക്രൈബ് ചെയ്യപ്പെടാനൊക്കെ തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവം നൽകിയ ഇടപെടലാണെന്നും മനസ്സിലായി. സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു. രാത്രി 12 മണിക്ക്, വെളുപ്പിന് 2 മണിക്കൊക്കെ വചനം പോസ്റ്റ് ചെയ്ത അവസരങ്ങളുണ്ട്. എൻ്റെ വീട്ടിലുള്ളവർ ചോദിച്ചു എന്നാൽ നാളെ ചെയ്താൽ പോരെ. പക്ഷേ ആ വചനം ഇടണമെന്ന് ബോധ്യം കിട്ടുമ്പോൾ ഉറക്കം പോലും വരുന്നില്ല. അത് ഇട്ട് കഴിയുമ്പോൾ ഇതേ കിടക്കും മുമ്പ് ഉറങ്ങും. കാരണം ദൈവത്തിൻ്റെ വചനം ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടി ആയിരിക്കാം, തകർന്നിരിക്കുന്ന, നശിച്ചിരിക്കുന്ന, എല്ലാം തീർന്നെന്ന് പറയുന്ന, അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് അങ്ങനെയുള്ള പലരും വിളിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഇനി മോചനം ഒന്നും മുന്നിലില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് യൂട്യൂബിലൂടെ ഈ വീഡിയോ, ഈ വചനം കാണാനിടയായത്. ബ്രദറെ, ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ആരാധിക്കേണ്ട, ഇത് കർത്താവിൻ്റെ വചനം, ഞാനൊരു ഉപകരണം മാത്രമാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോലെ കിട്ടാത്തവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക, ഇതാണ് എൻ്റെയും നിങ്ങളുടെയും കടമ. കാരണം അതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന വാക്കുകൾ തന്നെ ഞാൻ എടുക്കണം. 1 കൊരിന്ത്യർ 9:16, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. എൻ്റെ മേന്മയോ മിടുക്കോ ഒന്നുമല്ല, പിന്നെ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. എനിക്ക് ഈ വിളി കിട്ടിയിട്ട് ഞാനത് തിരിച്ചറിയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്താൽ അത് എനിക്ക് ദുരിതമാണെന്ന് ഇവിടെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്നതിനോ എന്തെങ്കിലും നടക്കുന്നതിനോ വേണ്ടിയല്ല, അത് തമ്പുരാൻ പ്രവർത്തിച്ചുകൊള്ളും. കാരണം സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവശക്തിയുണ്ട്, അത് തുറയപ്പെടും. എങ്ങനെ പറയില്ല, എവരി ലോക്ക് ഹാസ് എ കീ, ഓരോ താഴിനും ഓരോ താക്കോലുണ്ട്. ഇതുപോലെ നമ്മളെ തുറക്കാനുള്ള ദൈവവചനം, നമ്മുടെ ഉള്ളിലെ ശക്തി പുറപ്പെടാനുള്ള ദൈവവചനം, നമ്മുടെ ശക്തി തുറന്നു വരാനുള്ള ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിറക്കണം. നമ്മുടെ മൊബൈൽ എത്ര വില കൂടിയതായാലും എത്ര സ്റ്റാൻഡേർഡ് ആയാലും അതിന് ചാർജില്ലെങ്കിൽ പോയി കഥ. അതുപോലെ നമ്മുടെ വാഹനത്തിൽ ഇന്ധനമില്ലെങ്കിൽ എന്തെല്ലാം ചെയ്തിട്ടൊരു കാര്യവുമില്ല. ഞാനോർക്കാം ഒരിക്കൽ എൻ്റെ ബൈക്ക് ഒബ്രോൺ മാളിൻ്റെ അടുത്ത് വെച്ച്, ലുലു മാൾ കഴിഞ്ഞ് വരുമ്പോൾ കംപ്ലൈൻ്റായി, കുറേ അടിച്ചു നോക്കി. അപ്പോൾ പെട്രോളെല്ലാം കാണിക്കുന്നുണ്ട്, പക്ഷേ വിയർത്ത് കുളിച്ച് വേറെ അത്യാവശ്യമുണ്ട്, ശുശ്രൂഷയായിട്ടിരിക്കുക. ഞാൻ അവസാനം ഒരു സൈഡിൽ ഒതുക്കി വെച്ച് ഓട്ടോ പിടിച്ച് പോന്നു. ഒരുവിധ ചെറിയ പണികളൊക്കെ അറിയാം. അവസാനം എൻ്റെ കൂട്ടുകാരൻ മെക്കാനിക്കിൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തു. അദ്ദേഹം മറ്റൊരാളെയും കൂട്ടിക്കൊണ്ട് വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഇതിൽ പെട്രോൾ ഇല്ലടോ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്തെ അത് ഓണാക്കുമ്പോൾ മീറ്ററിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ ടാങ്കിലൊരു തൊട്ടി പെട്രോൾ ഇല്ല, അതിൻ്റെ മീറ്റർ കംപ്ലൈൻ്റ് ഇരിക്കുക, അതുകൊണ്ട് തനിക്ക് പെട്രോൾ തീർന്നത് അറിയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് ഈ തീർന്നു പോകൽ. അപ്പോൾ ദൈവവചനത്തിൽ നമുക്കറിയാം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കത്തിയും വാക്കത്തിയും എല്ലാം മൂർച്ച കൂട്ടി ഉപയോഗിക്കുമ്പോഴാണ് അത് പ്രയാസമില്ലാതെ ഉപയോഗിക്കാൻ അതിൻ്റെ ശരിയായ പ്രയോജനം. ഇതുപോലെ ദൈവവചനത്താൽ ഞാനും നിങ്ങളും ഉറകൂട്ടപ്പെടണം, ദൈവവചനത്തിൽ ശക്തിപ്പെടണം. അതുകൊണ്ടാണ് എഫേസസ് 3:8-9 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, വിജാതിയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും. ജാതി മതഭേദമന്യേ ക്രിസ്ത്യാനിനോട് മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി മാത്രമേ കേൾക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ പിടിച്ചിരുത്തും കർത്താവ് അവിടെ. കർത്താവിന് ജാതിയും മതമൊന്നുമില്ല. അങ്ങനെയുള്ള പലരെയും എനിക്കറിയാം. സകലത്തിൻ്റെയും സൃഷ്ടാവ് സമ്പന്നതയെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും, സകലത്തിൻ്റെയും, മനുഷ്യനിത് ഗ്രഹിക്കാൻ പോലും പറ്റത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ കിട്ടാതെ, ശക്തി കിട്ടാതെ എത്ര ആഗ്രഹിച്ചിരുന്നിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. വിജാതീയരോട്, സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്യുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം
ഇതൊരു വരമാണ്. സുവിശേഷം വ്യക്തമാക്കി കൊടുക്കാൻ ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. ഇതെല്ലാം പ്രസംഗിച്ചതുകൊണ്ടും പറഞ്ഞതുകൊണ്ടും ഞാൻ എന്തോ ആണ്, അല്ലെങ്കിൽ എൻ്റെ മിടുക്കാണ്. ചിലരൊക്കെ ഒന്ന് പറയാറുണ്ട്, ബ്രദറെ തുരു വചനം പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അതിനേക്കാൾ വർഷങ്ങളായിട്ട് ഇപ്പോഴും ഒരു വചനം പോലും പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സുഹൃത്തെ, പൊന്നമ്മച്ചി, ഇതൊന്നും എൻ്റെ മിടുക്കോ കഴിവോ അല്ല. ഇത് ദൈവത്തിൻ്റെ ആ വരമാണ്. പലതരം വരങ്ങളുണ്ട്. ആത്മാക്കളെ വിവേചിക്കാൻ, പിശാചുക്കളെ പുറത്താക്കാൻ, വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ വരം, വചനപ്രഘോഷണ വരം. ആ വരമില്ലെങ്കിൽ ഞാനും അതുപോലെ നിസ്സാരൻ തന്നെയാണ്. വരമുണ്ടെങ്കിലും നിസ്സാരൻ തന്നെയാണ്. അപ്പോൾ വരം ഇതുണ്ടായത് കൊണ്ട് ഒരാൾ വിശുദ്ധനാണെന്ന്, വരം ഏതെങ്കിലും കിട്ടിയതുകൊണ്ട് അയാൾ വിശുദ്ധനാകണമെന്നില്ല. വിശുദ്ധിയിലെ ലക്ഷണമല്ല വരം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ നിറഞ്ഞ് വ്യാപരിക്കാൻ സാധിക്കണം. സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയും ദൃശ്യമായ ഗുണങ്ങളുമാണ്. ഗലാത്യ 5:19-20 വാക്കുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ വരങ്ങൾ മാത്രം ഉണ്ടായതുകൊണ്ട് ചിലർ വരങ്ങളുള്ളവരെ ദൈവത്തെ പോലെ കാണുന്നവരുണ്ട്. അത്ഭുത പ്രവർത്തന വരം, രോഗശാന്തി വരം, വചനപ്രഘോഷണ വരം, വിശ്വാസത്തിൻ്റെ വരം, പിശാചുക്കളെ പുറത്താക്കുക, അതൊരു വരമാണ്. വരം കിട്ടിയാൽ ആർക്കും സാധിക്കും. അപ്പോൾ നമുക്കറിയാം, പാട്ട് പാടാനൊക്കെ ചിലർക്ക് ആ ഒരു ബ്ലെസ്സിങ്, ആ ഒരു ഗിഫ്റ്റ്, ആ വരം, അല്ലാത്തവൻ അതുപോലെ പാടിയാൽ ഒക്കത്തില്ല. അപ്പോൾ ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, ഇതുപോലെയുള്ള ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന്, അഹങ്കരിക്കാതിരിക്കാനും ഞങ്ങൾക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ ഒരു ദൈവം ആഗ്രഹിക്കുന്ന ആ രഹസ്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ രഹസ്യത്തിൻ്റെ പ്രവർത്തനം, ഈ രഹസ്യത്തിൻ്റെ പ്രവർത്തനം നടക്കാൻ. അപ്പോൾ Efesos 6:19 ഞാൻ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്ക് ഭാര്യയും മക്കളും കുടുംബവും ഒരു കൂട്ടായ്മയും ടീമംഗങ്ങളും ആത്മീയ ഗുരുക്കന്മാർ, IMS ധ്യാനേന്ദ്രത്തിലെ പ്രശാന്തച്ഛൻ എൻ്റെ ആത്മീയ ഗുരുവാണ്. അതുപോലെ അവിടെ ജോഷിയച്ഛനുണ്ട്. ഇവരെല്ലാം നമുക്ക് ആത്മീയമായ സപ്പോർട്ടുകൾ നൽകുന്നവരാണ്. പൊന്നുരുന്നി കപ്പച്ചിട്ട് ആശ്രമത്തിലെ ബിനോലീനച്ഛൻ, ഞങ്ങളുടെ ഇടവ വികാരി ജോഷി അച്ഛൻ. അപ്പോൾ ഇവരുടെ എല്ലാം നമുക്ക് മാമോദിസ തന്നത് തൊട്ട് നമ്മൾ തന്നെത്താനെ ഇങ്ങനെ വളർന്നു വന്നതല്ല. നമുക്ക് ഗോഡ് ഫാദറും ഗോഡ് മദറും ഒക്കെ ഉണ്ട് അല്ലേ. ജ്ഞാനസ്നാന മാതാപിതാക്കളുണ്ട്. നമുക്ക് മാമോദിസ എന്ന വൈദികരുണ്ട്. നമ്മളെ മതപാഠം പഠിപ്പിച്ചവർ, വേദപാഠം പഠിപ്പിച്ചവരുണ്ട്. വളർത്തി വലുതാക്കിയവരുണ്ട്. വചനം പഠിപ്പിച്ചു തന്നവരുണ്ട്. കൊച്ചിയിലെ വിക്ടർ ബ്രദറും അങ്ങനെ പലരും എൻ്റെ അപ്പച്ചനിലൂടെ ഒത്തിരി വചനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുമെന്ന് പറയുന്ന രീതിയിൽ അടിച്ച് തകർത്ത് തരിപ്പണമായി നടന്ന ആൾ, അപ്പന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയത്. അത് തകർന്ന് തരിപ്പണമായ നശിച്ച് വെണ്ണീറായ കുടുംബം. പക്ഷേ ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ ദൈവവചന ശുശ്രൂഷകനൊന്നും ആയി മാറുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. അതാണ് പറയുന്നത്, ദൈവവചനത്തിൻ്റെ ആ രഹസ്യമെന്ന് പറയുന്നതാണ്. നമ്മൾ വിചാരിച്ച് വന്നതൊന്ന്, രഹസ്യത്തിൻ്റെ പ്രവർത്തനം ഇല്ലെങ്കിൽ ആത്മാവില്ലാത്ത ശരീരം പോലെ ആകും. ആ കളോടി മാറി, വീട് വെച്ചു, ജോലി കിട്ടി, കടം മാറി, അതുമാത്രം പോരാ, ആത്മരക്ഷ ഈ ലോകം മുഴുവനും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ എന്താ പ്രയോജനം? അപ്പോൾ ഞാൻ വാതിറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സുവിശേഷം പ്രസംഗിക്കാനൊരു ധൈര്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ ദൈവവചനം കേൾക്കുന്നവരും പറയുന്നവരുമെല്ലാം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്ന് ജനങ്ങൾ കേൾക്കാൻ ഇമ്പമുള്ള ആൾക്കാർ പറയുന്ന കഥകളും മനുഷ്യരെ ആകർഷിക്കുന്ന അത്ഭുത അടയാളം മാത്രം തേടി ഓടി നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രോഗശാന്തിക്കും അത്ഭുതത്തിനും ദൈവത്തേക്കാൾ പ്രാധാന്യം, അത് ശരിയായ ഏർപ്പാടല്ല. അപ്പോൾ ഇന്ന് അത് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. വചനപ്രഘോഷണത്തോടൊപ്പം അതെല്ലാം വന്നോളും എന്ന് പറഞ്ഞ് രോഗശാന്തി അത്ഭുതം അത് മോശം കാര്യമാണോ? അല്ല. കാരണം അത് അനുഭവിച്ചിട്ടുള്ള മനുഷ്യർക്കറിയാം. ആശുപത്രി പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, ഡോക്ടർമാർ പറഞ്ഞു ഇനി ദൈവത്തിന് മാത്രം എന്തെങ്കിലും ചെയ്യാം. അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് ആ രഹസ്യം, ആ വാക്ക്. അങ്ങനെ പറഞ്ഞ എത്രയോ കേസുകൾ രക്ഷപ്പെട്ട,
അല്ലെങ്കിൽ ആത്മഹത്യക്ക് ആത്മഹത്യക്ക് ഒരുങ്ങിയ കുടുംബങ്ങൾ രക്ഷപ്പെട്ട, മാനസാന്തരം ഉണ്ടായ, ദൈവം പിടിച്ചു ഉയർത്തിയ എത്രയോ സംഭവങ്ങൾ അറിയാം. അപ്പോൾ 2 തിമോത്തി 4:5 ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. കേൾക്കാൻ രസം, ഉറങ്ങാതിരിക്കാൻ, പിന്നെ അതുപോലെ രോഗശാന്തി, അത്ഭുതം, അതിന് ദൈവത്തെക്കാൾ പ്രാധാന്യം. തങ്ങൾക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. സഭാ പാരമ്പര്യത്തിനും വിശ്വാസ സംഹിതകൾക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഉതകാത്ത തരത്തിലുള്ള രീതികളെന്ന് പറയാം. അതുകൊണ്ടാണ് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. സഭാ പാരമ്പര്യം മാറി സ്വന്തം പാരമ്പര്യത്തിലേക്ക് പോകും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആത്മസംയമനം. അപ്പോൾ ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. അത് വന്നു കഴിഞ്ഞു. 2 തിമോത്തി 4:5 വചനങ്ങളാണ്. വന്നു കഴിഞ്ഞു. അതിൽ കൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിലെല്ലാം, കാരണം 1 കൊറിന്തോസ് 2:14 പറയുന്നുണ്ട്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയമായ ശക്തി വേണം. നമുക്കറിയാം, ബ്ലഡൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കവും, ഭക്ഷണം കഴിക്കാൻ തോന്നും പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല, വിശപ്പുണ്ടാവും കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായ ക്ഷീണം തോന്നും, കിടക്കുമ്പോൾ തോന്നും ഇരിക്കണം, ഇരിക്കുമ്പോൾ തോന്നും നടക്കണം, നടക്കുമ്പോൾ തോന്നും കിടക്കണമെന്ന് തോന്നും. ഇതുപോലെ തന്നെയാണ്. എന്നാൽ ബ്ലഡ് ശരീരത്തിലുണ്ടെങ്കിലോ അതിൻ്റെ വില നമ്മൾ അറിയുന്നില്ല. ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ബ്ലഡ് ഉണ്ടാകണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, അത് കഴിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞു തന്നെ, ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ലൗകിക മനുഷ്യന് ഭോഷത്വമാണ്. അപ്പോൾ ഭോഷത്വത്തിൽ ജീവിക്കുന്നവർക്ക് എളിമപ്പെടാൻ തയ്യാറില്ല. എന്തിനും തർക്കിക്കുന്ന സ്വഭാവം, വിമർശിക്കുന്ന സ്വഭാവം, അവരത് സ്വീകരിക്കുന്നില്ല. പക്ഷേ മരിക്കാൻ നേരമൊക്കെ സ്വീകരിച്ചിട്ടുള്ളവർ അവർ കേട്ടത് പറഞ്ഞ് കേട്ടവരും മണ്ടന്മാരായി, അങ്ങനെ പറയൂ, ക്ഷമിക്കണം, നാടൻ ഭാഷ ഉപയോഗിച്ചതാണ്. കേട്ടവരും പറഞ്ഞവരും വിശ്വസിച്ചവരൊക്കെ പെട്ടുപോയി. പക്ഷേ മരിക്കാൻ നേരമായപ്പോൾ അവർ മാനസാന്തരപ്പെട്ട് തിരിച്ച് സഭയിലേക്ക് വന്ന്, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്ന്, അങ്ങനെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പോയ എത്ര കേസുകൾ അറിയാമോ? എത്ര സംഭവങ്ങൾ അറിയാം. കഴിഞ്ഞ 35 വർഷത്തെ സുവിശേഷ ശുശ്രൂഷ ജീവിതത്തിൽ അൽമായരെയും കണ്ടിട്ടുണ്ട്, അല്ലാത്തവരെയും കണ്ടിട്ടുണ്ട്. മരിക്കാൻ നേരം മാനസാന്തരപ്പെട്ട് വന്ന് തെറ്റുപറ്റിപ്പോയി പ്രാർത്ഥിച്ച സംഭവങ്ങളും ഉണ്ട്, വന്ന് പ്രാർത്ഥിച്ച സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഒരമ്മാമ്മ പറയുമായിരുന്നു, വചനം കേൾക്കാൻ വന്ന ഒരപ്പനും അമ്മയും കൂടി വരും. ഒന്നുമില്ലായ്മയെ ദൈവം ഒരുപാട് ഉയർത്തി. പക്ഷേ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ മതിയെന്ന്, വചനം കേട്ടിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ച്, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീണാൽ മതിയായിരുന്നു, മരിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവരുടെ ആ ഒരു വചനത്തിനോടുള്ള ആ തീഷ്ണത, ബഹുമാനം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ 5:24 പറയുന്നുണ്ട്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ വചനം കേൾക്കുന്നവർക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടൂലെന്ന് നിങ്ങൾ പറയരുത്. ഇത്രയും നാളായിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറയരുത്. മറ്റുള്ളവർക്ക് ആർക്കും കിട്ടാത്തതാണ് നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ കടം മാറിയിട്ടുണ്ടാവില്ല, വീട് പണി തീർന്നിട്ടില്ല, അല്ലെങ്കിൽ വിസ കിട്ടിയില്ല, അതുകൊണ്ട് മരിച്ചതുപോലെ നടക്കണ്ട. വിചാരിച്ച കല്യാണം നടന്നില്ല, വിചാരിച്ച പോലെ അത്ഭുതം നടന്നില്ല. അതിനേക്കാൾ വലിയ മഹാത്ഭുതമാണ് അത്ഭുതത്തിനുള്ളിലെ മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ, വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച പോലെ ജീവിതം ചരടയെ കോർത്ത പോലെ കറക്റ്റായിട്ടെല്ലാം പോകുന്നില്ല എങ്കിൽ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചതിൻ്റെ ലക്ഷണമല്ല. നിങ്ങൾ വചനം കേൾക്കുന്നവരാണോ, വചനം വായിക്കുന്നവരാണോ, വചനത്തിലൂടെ ഈശോയിൽ എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനാണോ,
അവനെന്തുണ്ട്? നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകില്ല. മോളെ കയറിപ്പോര് എന്ന് പറയും അല്ലേ? വലതുവശത്തുള്ളവരോട് പറയുന്ന ആ വചനം, കയറിപ്പോര് മക്കളെ എന്ന് പറയും. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് ചില പ്രാർത്ഥനകൾ ദൈവം ഡൈവേർട്ട് ചെയ്യും. ഇടുക്കി ഡാമിലൂടെ ഒഴുകി വരുന്ന വെള്ളം പൽചക്രങ്ങളെ ഡൈനാമോ തിരിച്ച് അത് ഫാനായും കറണ്ടായും ട്യൂബ് ലൈറ്റായാലും മോട്ടറായാലും AC ആയാലും അല്ലേ, പലതരം ആവശ്യങ്ങൾക്ക് ഫാക്ടറികളിലായാലും എല്ലാം കറണ്ട് ഉപയോഗിക്കപ്പെടുന്നു പൽചക്രങ്ങളെ കറക്കുന്ന വെള്ളം. ഇതുപോലെ നമ്മൾ നിസ്സാരമായിട്ട് കരുതണ്ട. ദൈവവചനം ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറകളിൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ജീവിച്ചിരിക്കുന്നവരുടെ മരിച്ചുപോയവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം ഡൈവേർട്ട് ചെയ്ത് ചില പ്രാർത്ഥനകൾ, വചനങ്ങൾ കൂടുതൽ വിലപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരം, നമ്മുടെ കുടുംബത്തിലുള്ളവർ മാത്രമല്ല, ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് ദൈവത്തെ അറിയാതെ ജീവിച്ചു പോയവരും മാനസാന്തരം ഇല്ലാതെ ജീവിക്കുന്നവർക്ക് വേണ്ടി എല്ലാം ഒരു പ്രവാചക ദൗത്യം കൂടെ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അല്ലാതെ തന്നെത്താനെ ഒറ്റത്തടിയായിട്ട് ജീവിച്ചു പോകാനല്ല. 1 Pത്രോസ് 2:9 പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത പ്രവാചക ഗണമാണ്. വചനം പറയണം, പുരോഹിതനെ പോലെ വചനം പ്രസംഗിക്കണം, വചനത്തിൽ ജീവിക്കണം. പക്ഷെ പ്രവാചക ദൗത്യമുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന, ശുശ്രൂഷ ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പണ്ടൊക്കെ നല്ല രീതിയിൽ വെച്ചടി കയറ്റമാണ്. ഇപ്പോൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും കേൾക്കുന്നില്ല, എന്ത് ചെയ്തിട്ടും ഉയരുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചതിൻ്റെ ലക്ഷണമല്ല. ഈ ലോകത്തിലെ ഞെരുക്കങ്ങൾ, സഹനങ്ങൾ കർത്താവിശ്വസിയാക്ക് വരെ ഉണ്ടായി. അതുകൊണ്ട് പക്ഷെ അതും പറഞ്ഞ് നിങ്ങളിൽ നിന്നും വചനം അസ്തമിക്കില്ല. യോഹന്നാൻ 10:35 പറയുന്നുണ്ട്, ദൈവവചനം ആരുടെ അടുക്കലേക്ക് വന്നു? അവരെ അവിടുന്ന് ദൈവങ്ങളെന്ന് വിളിച്ചുവെന്ന്. മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്താൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അപ്പൻ ശപിച്ചവനെ സ്വർഗം ഉയർത്തി. അപ്പനും അമ്മയും വീട്ടുകാരും ഉദ്ദേശിച്ച പോലെയല്ല മകൻ പോയത്. ദൈവത്തിൻ്റെ വചനം കണ്ടെത്തിയപ്പോൾ, കടന്നു വന്നപ്പോൾ ഇതാ സർവവും ഉച്ഛിഷ്ടമായിട്ട് കരുതി രണ്ടാം ക്രിസ്തുവായി ഉയർത്തപ്പെട്ട, ഐക്യരാഷ്ട്രസഭ പോലും സമാധാനത്തിൻ്റെ അംബാസഡർ എന്ന് മുദ്രകുത്തിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം, അസീസിയിലെ വാനമ്പാടി, രണ്ടാം ക്രിസ്തു എന്ന് ഉയർത്തപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അദ്ദേഹം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, കർത്താവെ എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണം, വേറെ ഒന്നും വേണ്ട. പ്രഭു പദവിയും സമ്പത്തും എല്ലാം കുടുംബത്തിലെല്ലാം ഉണ്ട്. അതിൻ്റെ പുറകെ പോകുന്നതിന് പകരം അവരൊക്കെ വിചാരിച്ചതുപോലെയല്ല, എല്ലാം ഉച്ഛിഷ്ടമായിട്ട് കരുതി, യേശുവിനെ പ്രതി എല്ലാം വിലയില്ലാത്തതായിട്ട് കരുതി ഇതാ സുവിശേഷത്തിന് വേണ്ടി മറ്റൊരു ക്രിസ്തുവായി മാറി. എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. ക്ഷമിക്കാൻ പറ്റാത്തവർ, സമാധാനം ഇല്ലെന്ന് പറയുന്നവർ, ദൈവസ്നേഹം നിറയാൻ അല്ലെങ്കിൽ ആന്തരിക സൗഖ്യം കിട്ടാതെ വിഷമിക്കുന്നവർ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സമാധാന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് തന്നെ ഒരു സമാധാനം ഉണ്ടാവും. ക്ഷമിക്കാൻ തുടങ്ങും, മുൻകോപം മാറാൻ തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയൊക്കെ അദ്ദേഹത്തിലുണ്ടായത്? വചനം സ്വീകരിച്ചത് കൊണ്ടാണ്, വചനപ്രകാരം ജീവിച്ചത് കൊണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാം വചനത്തിൽ ജീവിക്കാനും, വായ തുറക്കുമ്പോൾ ഞങ്ങൾക്കും വചനം കിട്ടാനും, സുവിശേഷത്തിൻ്റെ രഹസ്യം മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ കഥയായിട്ടോ അല്ലെങ്കിൽ മനുഷ്യരെ സ്വാധീനിക്കാനോ അല്ല, ദൈവം ആഗ്രഹിക്കുന്ന ആ രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുള്ള വരം കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത ആ കാലത്തിലൂടെയാണ് നമ്മളിന്ന് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 തിമോത്തി 4:5 വചനം നമ്മൾ കേട്ടു. അതുകൊണ്ട് വചനം പാലിക്കുന്നവരായിട്ട് നമ്മൾ തീരണം. ലൗകിക മനുഷ്യന് ഇതെല്ലാം മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യോഹന്നാൻ 14:26 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ് വചനം മനസ്സിലാക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ, ഈ ലോകത്തിൻ്റെ വ്യവഹാരങ്ങൾ പോലെ അത് വില കുറച്ച് കാണാനും പറയാനോ പറ്റത്തുള്ളൂ. യോഹന്നാൻ 14:26, എൻ്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് സഹായകനാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും.
പരിശുദ്ധാത്മാവ് വരുമ്പോൾ നല്ല ഓർമ്മ തരും, നല്ല ബുദ്ധി തരും. യെശയ്യാ 11:2 പറയുന്നുണ്ട്, ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ദൈവഭയം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കിട്ടും, വരദാനങ്ങൾ കിട്ടും, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടും. അതാണ് സ്നേഹം, ആനന്ദം, സമാധാനം. നേരത്തെ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കിട്ടും. 1 കൊരിന്ത്യർ 12 എടുത്ത് വായിക്കുക, വരദാനങ്ങളെക്കുറിച്ചറിയാൻ. അവിടെ പറയുന്നുണ്ട് പിശാചികളെ ബഹിഷ്കരിക്കാനുള്ള വരം, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം, ജ്ഞാനത്തിൻ്റെ വചനം, വചനപ്രഘോഷണ വരം. അങ്ങനെ ഒത്തിരി വരങ്ങളുണ്ട്. ആ വരങ്ങൾ കിട്ടുന്നവർ യേശുവിൻ്റെ നാമം പറയുമ്പോൾ പിശാച് പുറത്തു പോകും. അല്ലാത്തവൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ ഓരോരുത്തർക്കും വീട്ടിൽ ഡ്രൈവറായിട്ട് വന്നയാൾ ഡ്രൈവറിൻ്റെ പണിയെടുക്കണം. അയാൾ വേലക്കാരിയുടെ പണിയെടുക്കാനല്ല പോകേണ്ടത്. പശുക്കളെ നോക്കാൻ വന്ന ആൾ പശുവിനെ നോക്കുന്ന പണിയെടുക്കണം. മിസ്റ്റർ ജോസഫ് കുപ്പർത്തിനോയുടെ കഥ വായിച്ചതോർക്കെയാണ്. വൈദികനാകാനുള്ള ആഗ്രഹത്തോടെ എന്നിട്ട് എങ്ങും അവസരം കിട്ടിയില്ല. അവസാനം ഇതാ വൈദിക മന്ദിരത്തിലെ സെമിനാരിയിലെ പശുക്കളെ നോക്കുന്ന ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. അത് കിട്ടി. ചാണകമൂത്രം എടുക്കുന്ന, പശുക്കളെ കുളിപ്പിക്കുന്ന, കറക്കുന്ന, അതുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന പണി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശുദ്ധി ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് തിളങ്ങി ഒഴുകി അദ്ദേഹത്തിൽ നിറഞ്ഞ ജ്ഞാനവും വരങ്ങളും കൃപകളും എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. നിറകുടം തുളുമ്പും മിനുക്കി മുത്താക്കി മാറ്റുമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൈദികനായി പിൽക്കാലത്ത് അദ്ദേഹം മാറുകയാണ്. മിസ്റ്റർ ജോസഫ് കുപ്പർത്തീനോ. അത്ഭുതങ്ങളും അടയാളങ്ങളുടെ പെരുമഴയായിരുന്നു മിസ്റ്റർ കുപ്പർത്തീനോയുടെ ജീവിതം. ദൈവവചനം കേട്ടാൽ കുറേ സമയം സമാധിയിലാകുമെന്നാണ്. യേശുവിൻ്റെ നാമം ഒന്ന് കേട്ടാൽ മതി, അത്രക്ക് ഭയഭക്തി ബഹുമാനമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർത്ത് നോക്കി, പള്ളിമണിയൊക്കെ അടിക്കുന്ന കേട്ടാൽ പണ്ടൊക്കെ നിൽക്കുന്നിടത്ത് നിന്ന് കുരിശ് വരക്കും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുരിശ് വരക്കും, ഭക്ഷണത്തേക്ക് കുരിശ് വരക്കും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് വരക്കും. ഇന്ന് ഇതൊക്കെ ഉണ്ടോ? കുടുംബ പ്രാർത്ഥന പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതാണ് വചനം, നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ദുശീലം മാറാൻ എന്ത് ചെയ്യണം? വചനം ഉണ്ടാൽ മതി. സങ്കീർത്തനം 119:11. മദ്യമാകട്ടെ, വ്യഭിചാരമാകട്ടെ, സ്വയംഭോഗമാകട്ടെ, കലഹ സ്വഭാവമാകട്ടെ, ആഭിചാരത്തോടുള്ള ആസക്തിയാകട്ടെ, പുകവലിയോ ഏതും ആകട്ടെ, സങ്കീർത്തനം 119:11. അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം വചനം പൊങ്ങി വരും. മദ്യപനും ഭോജനപ്രിയനും കെണിയിലകപ്പെടും. മദ്യപനായ പ്രഭാഷകം 19:1. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകുകയില്ല. ലൂക്ക 21:34-36. സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി ഇവ മൂലം ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു. കെണിയാണ്. വചനം ഓർമ്മ വരും, വചനം പൊങ്ങി വരും, പൊങ്ങി നിർത്തും. വചനം നമുക്ക് ശക്തി തരും. അപ്പോൾ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഇത് ആണും കുടിക്കും പെണ്ണും കുടിക്കും. ഇന്നിവിടെ ഇത്ര അധികം മദ്യമൊക്കെ, നമ്മുടെ വിഷയം അതല്ലെങ്കിലും ചിലവാകുന്നതിൻ്റെ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തൂടെ പോകുമ്പോൾ പെൺകുട്ടികൾ ചായയും കുടിച്ച് സിഗരറ്റും വലിച്ചേക്കാണ്. അപ്പോൾ ഒരു ടാക്സിക്കാരൻ പറഞ്ഞു, സിഗരറ്റൊന്നും അല്ല സാറ് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഇപ്പോൾ ആൺപിള്ളേരായിരിക്കും സിഗരറ്റ് വലിക്കുന്നത്. മയക്കുമരുന്നും കഞ്ചാവിലോട്ടൊക്കെ ആണും പെണ്ണും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, രാത്രി 12 മണി തൊട്ട് 2 മണി വരെ മറൈൻ ഡ്രൈവിലാണ് ഡ്യൂട്ടി. അവിടെ വന്നിട്ട് ഈ ലഹരിക്കാരും അല്ലാത്തതൊക്കെ ഉണ്ടാവും. 12 മണി തൊട്ട് 2 മണി വരെ വെളുപ്പിന് അവിടെ നിന്ന് ഇരുത്താൻ പാടില്ല, ഓടിച്ചു വിടും. അല്ലാത്ത സമയമൊക്കെ ഞാൻ ചോദിച്ചാൽ അല്ലാത്ത സമയം എന്ത് ചെയ്യുക? അല്ലാത്ത സമയമൊക്കെ അവിടെ ഇരിക്കും. അപ്പോൾ എല്ലാ ഉപയോഗവും എല്ലാ രീതികളും എല്ലാം നടക്കും. കണ്ണടച്ച് കണ്ണ് കളയുന്നത് പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാം. കൂട്ടത്തിൽ ഇത് വന്നപ്പോൾ പറഞ്ഞെന്ന് മാത്രം. ലൂക്ക 8:15 പറയുന്നുണ്ട്, നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും പരിശുദ്ധവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടുകൂടെ ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നു. നല്ല നിലത്ത് വീണ. ലൂക്ക 8:15 മറന്നു പോരുതേ. നല്ല നിലത്ത്. അപ്പോൾ ദൈവവചനത്തോട് നമ്മൾ സഹകരിക്കണം. അല്ലാതെ എല്ലാം ദൈവം തന്നെ മാറ്റട്ടെ, വീണു പറ്റണില്ല, ബലഹീനനാണ്, തട്ടിപ്പെന്ന് ഞാൻ പറയും.
എല്ലാത്തിനും ബലഹീനം എന്ന് പറഞ്ഞിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവവചനം തുറക്കാൻ, ഗ്രഹിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തുറക്കും. ലൂക്ക 24:45 നമ്മൾ കാണുന്നുണ്ട്. ദൈവവചനം ഗ്രഹിക്കാൻ തക്കവിധം, വിശുദ്ധഗ്രന്ഥങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് യേശു തുറന്നു വന്നു. ലൂക്ക 24:45. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യമാണ് ഈ പറഞ്ഞത് അല്ലേ. അവരുടെ ഹൃദയത്തെ യേശു തുറന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ വചനം വഴി ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കും കേട്ടോ. നിയമാവർത്തനം 28:1 മുതൽ 14 വരെ ഒന്ന് വായിച്ച് കാണാപ്പാഠം പഠിച്ചെടുത്തോ. മക്കളെയും പഠിപ്പിച്ചോ, വീട്ടിലും എല്ലാ ദിവസവും ചൊല്ലിക്കോ. പടിപടിയായിട്ട് നിങ്ങളുടെ ജീവിതം മാറാൻ വേണ്ടി തുടങ്ങും. മനസ്സിരുത്തി ഇതിലൊക്കെ പറഞ്ഞതുപോലെ ഹൃദയം തുറന്ന് ദാഹത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ നിയമാവർത്തനം 28:5 പറയും, നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും, ദാരിദ്ര്യമൊക്കെ മാറിപ്പോകും, സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്ന ഇതാണ്. സ്കൂളിലൊക്കെ പോയിരുന്ന കാലഘട്ടത്തിൽ ഉച്ചക്കഞ്ഞി, അന്ന് 7ാം ക്ലാസ് വരെയുള്ളൂ, പക്ഷേ 10ാം ക്ലാസ് വരെ ഉച്ചക്കഞ്ഞി കുടിക്കാൻ ടീച്ചർമാരുടെ അനുവാദം കൊണ്ട് 7ാം ക്ലാസ്സുകാരെ കൂടെ പോയിരുന്നു കുടിക്കുമായിരുന്നു. വചനമില്ല, വചനം വളരാൻ അല്ലെങ്കിൽ വചനപ്രകാരം ജീവിക്കാൻ പറ്റാത്ത നാളുകളിൽ എല്ലാം ഉണ്ട് തട്ടിത്തൂക്കി പോകുന്ന അവസ്ഥ. പക്ഷേ ഇന്ന് ആയിരക്കണക്കിന് ആളുകളിലേക്ക്, എൻ്റെ കയ്യിലൊന്നുമില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് കഴിഞ്ഞ 4 വർഷം അതിലധികമായിട്ട് അനേകരിലേക്ക് ഭക്ഷണപ്പൊതികൾ എറണാകുളം പട്ടണത്തിൽ വഴിയരികിലും അനാഥമത്തിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തീരെ ഗതിയില്ലാത്തവർക്കാണ്. അനാഥമതത്തിലുള്ളവരെ നോക്കാൻ ആൾക്കാരുണ്ട്. ഈ വഴിയരികിലും പാലത്തിൻ്റെ അവിടെയും കടത്തിണ്ണയിലും ജനമൈത്രി പോലീസിൻ്റെ കൂടെ സഹകരണത്തോടെയാണ് കണ്ടെത്തി നമ്മൾ അങ്ങനെയുള്ളവരിലേക്ക് പൊതിച്ച് അഭ്യുദയകാംക്ഷകളുടെ സഹായത്തോടെ എത്തിക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിലും ഇതാ എത്താനും എത്തിക്കാനും ദൈവം നമ്മളവിടെ എടുത്ത് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് നിൻ്റെ അപ്പക്കുട്ടയും ഇന്ന് അങ്ങനത്തെ ഒരു ദാരിദ്ര്യം നമുക്കില്ല. മറ്റേത് നാളത്തേക്ക് എന്ത് ചെയ്യും? കലവുമുണ്ട്, വെള്ളവുമുണ്ട്, വിറകുമുണ്ട്, പക്ഷേ നാളെ ഇട്ട് വെക്കാൻ അരിയില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഉള്ളത് തട്ടിത്തൂക്കി കളഞ്ഞിട്ടും തട്ടിത്തൂക്കി പോയിട്ടും എല്ലാമാണ്. പറയുമ്പോൾ പറയാൻ പലതും പലർക്കുണ്ട്. പക്ഷെ ദൈവവചനത്തിലേക്ക് വന്നപ്പോൾ ഇന്ന് അതുപോലെ വിഷമിക്കുന്ന അനേകർക്ക്, കഴിഞ്ഞ ദിവസം 2 ചാക്ക് അരി അധികമായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ഫാമിലി യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ ഇവിടെ ഒരു തീരപ്രദേശമാണ്, പുഴയുടെ അരികു ഭാഗം. അപ്പോൾ മഴയും കഷ്ടപ്പാടൊക്കെ വന്നപ്പോൾ യൂണിറ്റ് ലീഡറുമായിട്ട് ബന്ധപ്പെട്ട് പാവപ്പെട്ട ഒരു 15 വീട്ടുകാർക്ക് അരി ഭക്ഷണത്തിന് കൊടുക്കാനായിട്ട് സാധിച്ചു. ഞാൻ പറയുന്നത് ഇതാണ്, ദൈവവചനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നവരായി തീരാനായിട്ട് നമുക്ക്. പക്ഷെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വിശന്ന് വയറ് കാളി നിൽക്കുന്ന, ഇത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ കപ്പയും കാച്ചിലും ചക്കയും ഒക്കെ അതുപോലും ഇല്ലാതെയും കിട്ടാതെയും വിഷമിച്ച ആളുകളുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, എനിക്കൊക്കെ ചോറ് തന്നെ വേണമെന്ന് പറഞ്ഞുള്ള അവസ്ഥ. പക്ഷേ അത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നു പറയും. പിന്നെ ചാള പൊള്ളിച്ചതും കാച്ചിലും ഒക്കെ. അന്ന് നമുക്ക് പിള്ളേരല്ലേ, അപ്പോൾ ഇല്ലെന്ന് കാണുമ്പോൾ ഇന്നത് തന്നെ വേണം എന്നുള്ള ഇതാണ്, വഴക്കൊക്കെ കേൾക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങൾ. പക്ഷെ അതെല്ലാം അസ്ഥാനത്തായി ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും, സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. ഈ വചനം എനിക്ക് എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ അനുഗ്രഹീതനാകും എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പല ആളുകൾക്ക് ഈ വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചു. അവരുടെ ജീവിതം അടിമുടി മാറിയ. വിശ്വസിക്കണം, സംശയിക്കരുത്. യാക്കോബ് 1:7 സംശയമനസ്കനും എല്ലാ കാര്യങ്ങളും ചഞ്ചലപ്രതിയാവും, ഒരുവന് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, സ്വസ്ഥമായിട്ടിരിക്കെ. സങ്കീർത്തനം 46:10 ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവത്തിന് മഹത്വം കൊടുത്തേ കിടന്ന് അവിടെ ഇവിടെ ഓടിക്കുഴഞ്ഞ് അവർക്ക് കുറ്റം, ആ ധ്യാനേന്ദ്രത്തിന് കുറ്റം, ഈ ധ്യാനം, അത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിനെതിരായ പ്രവൃത്തി. ആ അച്ഛന് കുറ്റം, ഈ അച്ഛന് കുറ്റം, അഭിഷേകം ഇല്ല, ആ ബ്രദർ, ഈ ബ്രദർ, അതിനിടയ്ക്ക് പല കളിപ്പീരിലും പെട്ട്. എൻ്റെ പൊന്നോ, അതുകൊണ്ട് ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്ത്.
നിയമാവർത്തനം 28:11 പറയുന്നുണ്ട്, വചനം പാലിക്കുന്നവരുടെ മക്കളെ മാത്രമല്ല കന്നുകാലികളെ പോലും ദൈവം അനുഗ്രഹിക്കുമെന്ന്. മാവ് കുഴയ്ക്കുന്ന അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും എല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏശയ്യ 50:4 കാണുന്നുണ്ട്. ഏശയ്യ 50:4 പരിശീലന ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു എന്ന് ഏശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. ശിഷ്യനെ പോലെ അഭ്യസിപ്പിക്കും. നമുക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലായെന്ന് വരികയില്ല. പിന്നെ ശത്രുക്കൾ പോലെ രമ്യതയിലേക്ക് വരും. ചിലപ്പോൾ ശത്രുക്കൾ കൂടുതലായി ഉണ്ടായെന്ന് വരാം വചനപ്രകാരം ജീവിക്കുമ്പോൾ. മത്തായി 13:57 ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ് ആ കാര്യം. പ്രവാചകൻ സ്വന്തം നാട്ടിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. ശത്രുക്കൾ കൂടും. പക്ഷേ എസെക്കിയേൽ 28:24 പറയുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ അയൽവാസികളിൽ ആരും ഇനിമേൽ കുത്തുന്ന മുള്ളോ മുൾപ്പടർപ്പോ ആയിരിക്കില്ല. അപ്പോൾ വചനമുള്ളവരെ ദൈവം മുള്ളിലും മുൾപ്പടർപ്പിലും ആണെങ്കിലും പ്രത്യേകമായിട്ട് ദൈവം പരിപാലിക്കും. യോഹന്നാൻ 14:23 കാണുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ വചനം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. അല്ലാതെ ഷൈജു ബ്രദർ പറഞ്ഞെന്നും പറഞ്ഞ് OET പരീക്ഷ പാസ്സാകാൻ, രോഗശാന്തി കിട്ടാൻ, വീട് കിട്ടാൻ, അതൊക്കെ ചെയ്തോ, നല്ല കാര്യം. ആ വചനം 1000 എഴുതുന്നു, 33 പ്രാവശ്യം 21 ദിവസം പ്രാർത്ഥിക്കുന്നു, അതൊക്കെ ചെയ്തോ. പക്ഷേ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് വേണം ഈ വചനം പ്രാർത്ഥിക്കാനും വചനം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:21 പൊളിച്ച് 23 മാറ്റിയതുപോലെ നിന്റെ കുടുംബം സ്വർഗമായി മാറും. നിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും. ആളുകൾ ആരും വരുന്നില്ല, പൊഴിഞ്ഞു പോണ്, എല്ലായിടത്തും ആരുമില്ല, ഇങ്ങനെയും പറഞ്ഞു നടക്കുന്ന ശുശ്രൂഷകരാക്കി മാറുകയല്ല. ആരും ശുശ്രൂഷക്ക് വിളിക്കുന്നില്ല. ഏത് വചനമോ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ആരും വരുന്നില്ല, ഒരുപാട് ശുശ്രൂഷകരായി എന്ന് പറയും. അതൊക്കെ നമ്മുടെ വെറും തോന്നലുകൾ മാത്രമാണ്. കാരണം ഇനിയും ഒരുപാട് ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. വിളവ് അധികം വേലക്കാരോ വിരളമെന്നല്ലേ കർത്താവ് പറഞ്ഞത്. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയും സുവിശേഷം ഒത്തിരി മക്കളിലേക്ക് എത്തിച്ചേരാനുണ്ട്. യാക്കോബ് 1:21 പറയുന്നുണ്ട്, വചനം രക്ഷിക്കുന്നതാണ്, എല്ലാവർക്കും രക്ഷ തരും. യാക്കോബ് 1:21 ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കണം. അപ്പം എന്ത് വേണം? വിനയം വേണം. നമുക്ക് വിനയം ഉണ്ടോ? നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ, അല്ലാതെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ പുറംപൂച്ചുകളല്ല, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ള. മത്തായി 4:23 സുവിശേഷത്തിൽ കാണുന്നുണ്ട്, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന കർത്താവിൻ്റെ വചനം. കർത്താവ് സുഭാഷിതം 4:22 എൻ്റെ വാക്കുകൾ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നീർക്കെട്ട് ബ്ലോക്ക് പോയ വഴി കാണൂല. ബ്ലോക്കുള്ള വ്യക്തിക്ക് വേണ്ടി ആശുപത്രിയിൽ പോയി ഓപ്പറേഷന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട്, അപ്പോൾ അവർ ചോദിച്ച് ഇനി ഓപ്പറേഷൻ ആവശ്യമില്ലേ? എന്ത് തോന്നുന്നു? എന്തോ വലിച്ചു മാറ്റിയതുപോലെ തോന്നുന്നു. ഓപ്പറേഷന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നു, സൗഖ്യം കിട്ടി. വളർച്ചയില്ലെന്ന് പറഞ്ഞാൽ കൊച്ചിന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ വളർച്ചയും തൂക്കമുണ്ട്. അകത്ത് കിടന്നപ്പോൾ ഉള്ള അളവും കണക്കെല്ലാം ഡോക്ടർമാർ വൈദ്യശാസ്ത്രം തെറ്റാണെന്നല്ല പറയുന്നത്. പറഞ്ഞ കണക്കുകളൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് കൊച്ചിന് തൂക്കമുണ്ട്, വളർച്ചയുണ്ട്, അവയുമുണ്ട്. എത്ര സംഭവങ്ങൾ അറിയാമെന്നറിയാമോ? ഇടിച്ച് നിലവിളിച്ച് വരും, ബ്രദറേ കളയണമെന്നാ പറഞ്ഞത്. ഞാൻ എൻ്റെ ഭാര്യനോടും മക്കളോടും പറയും, എനിക്ക് കുറേ മക്കളുണ്ട് കേട്ടാ, കളിക്കരുതെന്ന് പറയും. അപ്പോൾ അവർ പറയും ശരിയാക്കി കളയൂ. അല്ല, ഞാൻ പറയും അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞ വളർച്ചയില്ലെന്ന് പറഞ്ഞാൽ, തൂക്കം ഇല്ലെന്ന് പറഞ്ഞാൽ, അവയവം ഇല്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി
ഞാൻ പറയും, പ്രാർത്ഥിച്ച് ഈശോയുടെ നാമത്തിൽ വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ കിട്ടിയ പേരുകൾ, അല്ലെങ്കിൽ ആൺകുട്ടിയാണ് പെണ്ണാണ്, എൻ്റെ ഭാര്യ പറയും അയ്യോ അങ്ങനെ പറയല്ലേ, പെണ്ണും ആണോ ആണെന്ന് പറയല്ലേ എന്ന്. പക്ഷെ ഒരു വള്ളിപുള്ളി മായാതെ അവരുടെ വിശ്വാസവർദ്ധനക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഈശോ അത് രൂപാന്തരപ്പെടുത്തിയ ഒത്തിരി സംഘനല മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള മക്കൾ എനിക്കുണ്ട്. ജീവിച്ചിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ജീവിച്ചാൽ രോഗിയായിരിക്കും, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞവർ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഇന്ന് കുടുംബം നോക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന, നല്ല പഠിച്ച് നല്ല ഉന്നത നിലയിലെത്തിയ പലരും ഒക്കെ ആയിത്തീർന്നു. അപ്പോൾ എൻ്റെ വാക്കുകൾ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. അതുകൊണ്ട് ഒരു മരുന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ സുഭാഷിത 4:22 6:22 വെച്ച് പ്രാർത്ഥിച്ചോ. മരുന്നില്ല, അല്ലെങ്കിൽ ഇനി പോകാത്ത ആശുപത്രി ഇല്ല, ഡോക്ടർ ഇല്ലെന്ന് പറയുന്ന അവസ്ഥ. ഞാനോർക്കല്ലേ തോപ്പുംപടിയിൽ ഒരു കേസ് പ്രാർത്ഥിക്കാൻ പോയത്, അപൂർവ രോഗമാണ്, വിദേശത്തൊക്കെ കണ്ടുവരുന്നതാണെന്ന് പറഞ്ഞാൽ മസിലുകൾ വർക്ക് ചെയ്യുന്നില്ല, പൂർണ്ണ സൗഖ്യം കിട്ടി. ഇങ്ങനെയുള്ള ഒത്തിരി അവസ്ഥകളുണ്ട്. ധ്യാന ശുശ്രൂഷകളിൽ വന്ന് പങ്കെടുത്തതും പോയി പ്രാർത്ഥിച്ചതും ചിലത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതും എല്ലാം ഇങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ദൈവവചനത്തിലൂടെ ഉണ്ട്. ദൈവവചനത്തിലൂടെ കിട്ടാത്ത ഒരു കാര്യവും ഇല്ല. ഈ ബോധ്യം ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ യാക്കോബ് 1:18 പറയുന്നുണ്ട്, നമുക്ക് വചനം പുതുജീവൻ നൽകും, പുതുക്കിപ്പണിയും. തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായി. തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് യോഹന്നാൻ 1:12 പറയുന്നുണ്ട്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവർ കഴിയും. തന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വചനം സ്വീകരിക്കുക. ഇന്ന് എന്നതുപോലെ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നു, ഈശോയാണ് സംസാരിക്കുന്നത്. മനുഷ്യരുടെ വചനമായിട്ട് വെച്ചുകൊണ്ടിരിക്കാതെ ഇത് ദൈവം യേശു എന്നോട് സംസാരിക്കുകയാണ്. മാറ്റം വരുത്തേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഭർത്താവിനോടുള്ള വെറുപ്പ്, ഭാര്യയോടുള്ള വെറുപ്പ്, മക്കളോടുള്ള വെറുപ്പ്, കൂടപ്പിറപ്പങ്ങളോട് വെറുപ്പ്, വസ്തു വഞ്ചിച്ച കൊച്ചാപ്പനോ വല്യപ്പനോ വല്യമ്മയോ അമ്മായിയോ അമ്മായിയപ്പനോ ആരും ആകട്ടെ, ദൈവം തരാത്ത ഒന്നും നമുക്ക് വേണ്ട എന്ന് ഇന്നൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിയമാവർത്തനം 28:1-14 വെച്ച് പ്രാർത്ഥിക്ക്. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ. എന്താ വേണ്ടത് ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ, കിട്ടിയിരിക്കും. 3, 2, 1. സങ്കീർത്തനം 33:6 കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു, അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. ആകാശഗോളങ്ങളും മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ളതുൾപ്പെടെ ഈ പറയുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ദൈവം പ്രത്യേകമായിട്ട് നമ്മളെ രൂപപ്പെടുത്തിയെങ്കിൽ, സൃഷ്ടിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ ജീവശ്വാസം നൽകിയതെങ്കിൽ നമുക്ക് ആവശ്യമായത് ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും ആവശ്യമായതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അവിടുന്ന് തന്നിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നേ പോകരുത്. യെശയ്യാ 52:7 പറയുന്നുണ്ട്, സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. വചനം പറയുകയും കേൾക്കുകയും വായിക്കുകയും പ്രഘോഷിക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർ, അവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. മല ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് ബൈബിളിൽ കാണുന്നത്, അല്ലേ? അപ്പോൾ ഈ ബോധ്യം ഉണ്ടാകട്ടെ. മാർക്കോസ് 16:15 പറയുന്നത്, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. സകല സൃഷ്ടികളോടും. അന്തോണീസൊക്കെ മത്സ്യങ്ങളോട് വരെ പ്രഘോഷിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കലിയിളകി വന്ന ചെന്നായെ ശാന്തമാക്കിയ ഫ്രാൻസിസ് അസീസിയുടെ ചരിത്രം കാണുന്നുണ്ട്. വിശന്ന് വലഞ്ഞ പട്ടിണിക്കിട്ട വിശ്വാസത്തെ ചോദ്യം ചെയ്ത അന്യമതസ്ഥനായ ഒരു വ്യക്തിയുടെ മുമ്പിൽ കഴുതയെ കൊണ്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആചാരം ചെയ്യിച്ചു. ഓട്സും കൊണ്ടുവന്നു, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഓട്സ് സ്വീകരിക്കാതെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആചാരം ചെയ്ത കഴുത വിശുദ്ധ അന്തോണീസിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ബാലാമിൻ്റെ കഴുത സംസാരിച്ചതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്.
വഴിതെറ്റിപ്പോയവനെ ബാലാമിനെ തിരിച്ചു കൊണ്ടുവരുവാൻ, ദൈവഹിതം തിരിച്ചറിയാതെ വഴിതെറ്റി സ്വാർത്ഥതയുടെ പിന്നാലെ പോയപ്പോൾ കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. ഈ അനുസരണക്കേടിൻ്റെ വഴിയെ പോയ യോനാ പ്രവാചകനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മത്സ്യത്തെ അയച്ച് മത്സ്യത്തെ കൊണ്ട് വിഴുങ്ങി കരയിലേക്ക് ഛർദ്ദിപ്പിക്കുന്ന തമ്പുരാൻ. ഇതാ അനുസരണക്കേടിൻ്റെ വഴിയെ പോയവനെ നശിച്ചു പോകാൻ അനുവദിക്കാതെ രക്ഷയുടെ വഴിയെ തിരിച്ചു കൊണ്ടുവരുന്ന ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതാ ദൈവം വചനത്തിലൂടെ നമുക്ക് ആവശ്യമായതെല്ലാം തരും. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും, ഒളിച്ചും പാത്തുരിക്കണവരുണ്ട്, കൂട്ടായ്മയിലും പോകില്ല, പള്ളിയിലും പോകില്ല, വീട്ടിൽ ഇതിന് ഇഷ്ടമില്ലാത്തവരുണ്ട്, എതിരുള്ളവരുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്നെങ്കിൽ ഞങ്ങൾ നമ്മുടെ ഈ സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രി ഉണ്ടാകുകയല്ലേ. എൻ്റെ അപ്പൻ നല്ല പച്ചനെ പറയാം, അപ്പച്ചൻ തന്നെ പരസ്യമായിട്ട് പറയാം, നല്ല പച്ചത്തെറി വിളിക്കും ധ്യാനത്തിനും പ്രാർത്ഥനക്കൊക്കെ പോയ അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം 15 വർഷം മുഴുവൻ സമയ വചന ശുശ്രൂഷകനായി, പ്രത്യേകിച്ച് ഒത്തിരി കുടുംബങ്ങൾ, ഒത്തിരി ഡെലിവറൻസ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ധാരാളം കണ്ടിട്ടുള്ള, ഒത്തിരി ഡെലിവറൻസ് നടക്കുമായിരുന്നു, ഒത്തിരി ബന്ധനങ്ങൾ അഴിവായിരുന്നു. അനേകം പോട്ടെ സാരമില്ല വിട്ടേക്കെന്ന് പറഞ്ഞാൽ വിട്ടിരിക്കും, സമാധാനത്തോടെ പൊയ്ക്കോ, ധൈര്യത്തോടെ ഇരുന്നോ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ കാര്യം ശരിയായിരിക്കും. അങ്ങനെ ഒരു അനുഭവം, ആ മാതൃക, ആ വിശ്വാസത്തിലാണ് ഞങ്ങളും വചനത്തിലൂടെ വളർന്നു വന്നത്. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. ഇന്ന് കർത്താവ് വിളിച്ചാൽ ഇപ്പോൾ പോകണം, നാളെ ആണെങ്കിൽ നാളെ, അതുകൊണ്ട് പിന്നെ ആട്ടെ നാളെ ആട്ടെ എന്നും പറഞ്ഞ് നീട്ടി വെക്കരുത്. വചനപ്രകാരം ജീവിക്കുക, പശ്ചാത്തപിക്കുക, കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാന സ്വീകരിക്കുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാഴ്ചക്കാരായിട്ട് നിൽക്കരുതേ, മുമ്പിലേക്ക് വന്ന് അടുത്ത് നിന്ന് ഭക്തിയോടെ വിശ്വാസ തീഷ്ണതയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ പുറപ്പാട് 23, 25, 26 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കെട്ടുകൾ അഴിയും. നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നീക്കിക്കളയും, ഗർഭചിത്രവും വന്ധ്യതയുണ്ട്, നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങളെ ആശീർവദിക്കും. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം കടന്നു വന്ന് പ്രവർത്തിപ്പിക്കും. വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകത വർത്തിക്കുക, മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുക, അവരെ ശാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക, ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. 2 തിമോത്തി 4:2 ക്ഷമ കൈവിടാതിരിക്കുക. ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ ശരിയാകാൻ പോകണില്ല, ഇയാൾ ശരിയാകാൻ പോകണില്ല, അത് തലേന്ന് കളയും. ഇത്രയും നാളായിട്ട് ശരിയായില്ല, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല, ഇപ്പോഴാണ് അതിൻ്റെ സമയം, അത് തുടങ്ങുന്നേ ഉള്ളൂ. മനുഷ്യൻ്റെ പദ്ധതികൾ അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ പദ്ധതികൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തെ വില കുറച്ച് കാണല്ലേ. എഫെസസ് 4:11 പറയുന്നുണ്ട്, ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി. ഓരോരുത്തർക്കും ഒരു വരമാണ്. നിങ്ങൾക്ക് അതാ കിട്ടിയതെന്ന് പറഞ്ഞ് ഞാൻ അസൂയപ്പെട്ടിട്ടോ, ഇവനാരാ അധികാരം കൊടുത്തത്, ആരാ ലൈസൻസ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടോ കാര്യമില്ല. മാമോദീസയിലൂടെ ഈ മുദ്ര കിട്ടിക്കഴിഞ്ഞു. ദൈവവചനം പ്രഘോഷിക്കാൻ നിൻ്റെ അതരങ്ങളെ, ദൈവമഹത്വം കാണാൻ നിൻ്റെ കണ്ണുകളെ, ദൈവസ്തുതികൾ ആലപിക്കാൻ നിൻ്റെ അതരങ്ങളെ, ദൈവമഹത്വം ജീവിക്കാൻ നിൻ്റെ ശരീരത്തെ, നിൻ്റെ അവയവങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്നാണ്. മാമോദിസയിൽ കൂടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി മാമോദിസ എന്ന കൂദാശ അതിൽ പങ്കെടുക്കുമ്പോൾ, ആ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വൈദികൻ പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. എഫെസസ് 4:11 ലൂക്ക 24:47 പറയുന്നുണ്ട്, പാപമോചനത്തിൽ അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ജെറുസലേം എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം ഭവനം. സ്വന്തം ഭവനത്തിലാണ് ആദ്യം ആരംഭിക്കേണ്ടത്. അല്ലാതെ പുറം കളിയും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആരെ കണ്ടാലും സ്തോത്രം സ്തോത്രം എന്ന് പറയും, പക്ഷേ വീട്ടിൽ സൂത്രമായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. വീട്ടിലും വേണം സ്തോത്രം. അപ്പോൾ അങ്ങനെ ഒരു സുവിശേഷാനുസൃതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വചനപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്താലെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ.
ആകാശം മാറും ഭൂതലവും മാറും ആദ്യം മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. ആകാശം മാറും ഭൂതലവും മാറും ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. അപ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന, നാളത്തെ കാര്യം നമുക്കറിയില്ല, പറയുന്നവൻ്റെ കാര്യം കേൾക്കുന്നവൻ്റെ കാര്യം. അതുകൊണ്ട് മാറ്റം വരുത്തേണ്ടത് ഇന്നാണ്. ഇതാ പരീക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകാതെ ദൈവവചനത്തെ പരീക്ഷിക്കാതെ ദൈവശുശ്രൂഷകൾ ചെയ്യുന്നവരെ വിമർശന ബുദ്ധിയോടെ കാണാതെ എളിമപ്പെട്ട് ഇനി ശുശ്രൂഷകൾ ചെയ്യുന്നവരും വിശുദ്ധിയിലും എളിമയുടെയും മാനസാന്തരത്തിൻ്റെയും മറ്റുള്ളവർക്ക് മാതൃ കൊടുക്കുന്ന രീതിയിലൊക്കെ ജീവിക്കുക. നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. നമ്മുടെ സ്ഥാനത്ത് മറ്റൊരാൾക്കാണ് ഈ കൃപ കിട്ടിയിരുന്നതെങ്കിൽ എത്രയോ വിശ്വസ്തയോടും എളിമയോടും കൂടെ എത്രയോ നാളായി കരഞ്ഞ് ദാഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ വരം കിട്ടാത്തവരുണ്ട്. അപ്പോൾ വരമെല്ലാം സഭയെ വളർത്തുന്നതിന് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, ആരുടെയും മിടുക്കിനോ കോളർ വെയ്റ്റിനോ മഹത്വത്തിനോ വേണ്ടിയല്ല. ആ എളിമയോടെ ചെയ്യാനും മറ്റുള്ളവർ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ദൈവം ഏൽപ്പിച്ച ജോലി, ശുശ്രൂഷ ജോലി വിശ്വസ്തയോടെ ചെയ്യാനും അത് ജീവിതാവസാനം വരെ വിശ്വസ്തയോടെ പൂർത്തീകരിക്കാനും ദൈവത്തോട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് നന്ദിയോടെ ഇരിക്കാനും ഇന്ന് കേട്ട ഈ വചനപ്രകാരം ദൈവമേ വചനത്തെക്കുറിച്ച് തലങ്ങും വിലങ്ങും വിശഗ്രന്ഥത്തിൽ ആ അറ്റത്തു നിന്നും ഈ അറ്റത്തു നിന്നും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി സഞ്ചരിച്ചു. അപ്പോൾ ഈ കേട്ട വചനങ്ങൾ ഞങ്ങളിൽ എന്നും നിലനിൽക്കുവാനായിട്ട് ഇടയാകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. അഭിഷേകമായി കത്തിപ്പടരണമേ. ഈ വചനം കേൾക്കുന്ന ഹൃദയങ്ങളെ, കുടുംബങ്ങളെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. കിടപ്പ് രോഗികൾ പോലും സൗഖ്യം പ്രാപിക്കട്ടെ. രോഗക്കിടക്ക വിട്ട് എഴുന്നേക്കട്ടെ. യേശുനാമത്തിൽ അത്ഭുതങ്ങൾ, വിട്ടുമാറാത്ത നീർക്കെട്ട്, ക്യാൻസർ, മുഴകൾ, തടിപ്പ്, രഹസ്യരോഗങ്ങളെല്ലാം സൗഖ്യപ്പെടട്ടെ. കഠിനപാപി മാനസാന്തരപ്പെടട്ടെ. ഭവനങ്ങൾ, കുടുംബാംഗങ്ങൾ, മക്കൾ, ഭവനമിരിക്കുന്ന സ്ഥലങ്ങൾ, കോമ്പൗണ്ട്, നാലതിരുകൾ, തൊഴിലിടങ്ങളെല്ലാം, പഠിക്കുന്ന സ്ഥലങ്ങളെല്ലാം തിരുരക്തത്താൽ, തിരുവചനത്താൽ വിശുദ്ധി ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ഹെബ്രായർ 4:12 വചനം അയക്കണമേ. വചനത്തിൻ്റെ ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ. വന്ന് നിറയണമേ. ഈ വചനം ഞങ്ങൾക്ക് സമീപസ്ഥമായ വചനമാണല്ലോ. നിയമാവർത്തനം 30 വചനം പഠിപ്പിക്കുന്നുണ്ട്. 14-ാമത്തെ വാക്യം 11 മുതൽ ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്കതീമോ അധമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല. നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെല്ലും അത് കൊണ്ടുവന്ന് തരും എന്ന് പറയാൻ സ്വർഗത്തിലല്ല. ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയാൽ നമുക്ക് കൊണ്ടുവന്നത് എന്ന് പറയാൻ അത് കടലിനക്കരയുമല്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്. വചനം യേശുവാണ്. പറയുന്ന ബ്രദറും കേൾക്കുന്നവരിലും എല്ലാം ഈ വചനം തങ്ങി നിൽക്കട്ടെ. ഈ വചനം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആ അന്തരീക്ഷത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ മുറിയിലെല്ലാം നിറഞ്ഞു നിൽക്കട്ടെ. അത് നിൻ്റെ അധരത്തിലും, നിയമാവർത്തനം 30:14 അധരത്തിൽ ഹൃദയത്തിലുമുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. കർത്താവേ, ഈ വചനത്താൽ എന്നെ നിറക്കണമേ. വചനം നിൻ്റെ അധരത്തിൽ ഹൃദയത്തിലുമുണ്ട്. ഈ വചനത്താൽ ഞങ്ങളെ നിറക്കണമേ. വചനമായി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ദൈവമേ നന്ദി. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. പങ്കാളിയുടെ മാറ്റം നോക്കിയിരിക്കണ്ട, മക്കളുടെ മാറ്റം നോക്കിയിരിക്കണ്ട, നമ്മളിൽ മാറ്റം ഉണ്ടാകും. കിടപ്പ് രോഗിയിൽ പോലും മാറ്റമുണ്ടാകും. ഇതാ കണ്ടാൽ മിണ്ടാത്തവർ മിണ്ടാൻ തുടങ്ങും. പുതിയ വഴികൾ, ഓഫറുകൾ നിന്നെ തേടി വരും. കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 11-ാമത്തെ വാക്യം, എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ജ്ഞാനം 6:11. ജ്ഞാനം കിട്ടിയാൽ എല്ലാം കിട്ടും. അത് ജ്ഞാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ജ്ഞാനം 6, 10, 11 വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ മാസം മുഴുവൻ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയട്ടെ. കർത്താവേ, ജാതി മതഭേദമന്യേ അങ്ങയുടെ വചനം അങ്ങ് ഇപ്പോൾ അയക്കുന്ന ഓരോ വ്യക്തികളും, ഓരോ കുടുംബങ്ങളും, ഓരോ സ്ഥലങ്ങളും, ഓരോ പരിസരങ്ങളും അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ആഭിചാരക്കെട്ടുകൾ, പാരമ്പര്യ ഘടകങ്ങൾ, അറിവ് കൊണ്ടും അറിവുകേട് കൊണ്ടും ഒത്തിരി അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ജീവിച്ചു പോയി തിരക്തം കൊണ്ട് കഴുകണമേ. അങ്ങയുടെ വചനം 4 ദിക്കിലേക്കും അയക്കണമേ. വചനത്തിൻ്റെ അഭിഷേകം നൽകണമേ. മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കും
കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനമേ ഞങ്ങളുടെ ഓരോ കോശങ്ങളെയും അസ്ഥികളെയും ഞങ്ങളുടെ സിരകളെയും ഞങ്ങളുടെ തലച്ചോറിനെയും തലച്ചോറ് മുതൽ കാൽവെള്ള വരെയും ഞങ്ങളുടെ സ്കിന്നിനെയും പൂർണ്ണമായിട്ട് സോറിയാസിസ് രോഗികൾ യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ. വചനത്തിൻ്റെ ശക്തിയാൽ ശരീരത്തിലെ ചൊറിച്ചിൽ, പാണ്ട്, അലർജി രോഗങ്ങളെല്ലാം മാറിപ്പോട്ടെ. ശ്വാസം മുട്ടൽ, കഫക്കെട്ട്, നീർക്കെട്ട്, തടിപ്പ്, അസ്വസ്ഥകൾ യേശുനാമത്തിൽ, യൂട്രസിലെ മുഴകൾ യേശുനാമത്തിൽ വറ്റിപ്പോകട്ടെ. കർത്താവേ, മറ്റ് രഹസ്യ രോഗങ്ങൾ, പൈൽസ് രോഗങ്ങളൊക്കെ മാറിപ്പോണ്ട്. കാലിലെ ആണി രോഗങ്ങൾ, മുട്ടിലെ തേയ്മാനങ്ങൾ, ജോയിൻസിലെ വേദനകൾ, വാതരോഗങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഈ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് ദൈവശക്തി കടന്നു വരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനപ്രഘോഷകർ നൽകുന്ന അധികാരത്തിൽ നിന്നേ ദിവസം കത്തോലിക്ക സഭയിൽ ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് വിശുദ്ധ കുർബാനകളോട് ഐക്യപ്പെട്ടും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയോടെ എല്ലാ വിശ്വരുടെ കൂട്ടായ്മയിലും ഞങ്ങളുടെ പേരിൻ്റെ കാരണമായ വിശുദ്ധരുടെ മാധ്യസ്ഥവും കാവൽ മാലാഖമാരുടെ സഹായവും യാചിച്ചുകൊണ്ട് സ്വർഗീയ സൈന്യങ്ങളുടെ പ്രഭു വിശുദ്ധ മിഗേൽ, ഗബ്രിയേൽ, റഫായേൽ സകല മാലാഖമാരെ അവരുടെ സഹായം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ യാചിക്കുന്നു. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ദൈവശക്തി ഒഴുകട്ടെ. നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളിൽ വട്ടമിട്ട് ദൈവശക്തി അരിച്ചിറങ്ങട്ടെ. അവിശ്വാസി വിശ്വാസിയായി മാറട്ടെ. ഒത്തിരി നാളായിട്ട് തീഷ്ണതക്കുറവ്, മാന്യം, മടുപ്പ്, അസ്വസ്ഥത, വെറുപ്പ് എല്ലാം മാറിപ്പോകട്ടെ. കർത്താവെ, ജീവിക്കേണ്ടെന്ന് തോന്നൽ യേശുനാമത്തിൽ മാറിപ്പോട്ടെ. ദൈവസ്നേഹത്താൽ നിറയട്ടെ. ഒരു പുതിയ സൃഷ്ടിയായി മാറട്ടെ. നിർമ്മലമായ വചനം തൂമഞ്ഞിൻ വെണ്മയെഴുന്നൊരു വചനം കേൾക്കുക നാം. പൂപോൽ നിർമ്മലമായൊരു വചനം കേൾക്കുക നാം. കർത്താവെ, വചനം കേൾക്കാൻ ഹൃദയങ്ങളെ, അതരങ്ങളെ, വ്യക്തികളെ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ശുശ്രൂഷകരാക്കി മാറ്റണമേ. വിളി കൊടുക്കണമേ. സകല എതിർപ്പുകളിലും പ്രതികൂലങ്ങളും അനുകൂലങ്ങളിലും ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. പരിശുദ്ധമ്മ സ്വീകരിച്ചതുപോലെ അതരത്തിലും ഹൃദയത്തിലും ദൈവവചനം സ്വീകരിക്കട്ടെ. കുടുംബങ്ങളിൽ വചനം ഉണ്ടാകട്ടെ. നശിച്ച വീട്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള ചിന്തകൾ മാറിപ്പോകട്ടെ. ഇത്രയും വർഷമായിട്ട് കിട്ടിയില്ല, ഈ വസ്തു ഇത്രയും നാളായിട്ടൊന്ന് തൊടാൻ പോലും പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല, ഓഹരി വെപ്പ് നടക്കുന്നില്ല, ഇതെല്ലാം തീരുമാനമാകട്ടെ. ദൈവവചനത്താൽ ഇതിനെല്ലാം കർത്താവേ ഉണ്ടാകട്ടെ എന്ന വചനത്താൽ എല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന ഉൽപ്പത്തിയിലെ വചനത്തിൻ്റെ അഭിഷേകത്താൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു. വളരെ നന്നായിരിക്കുന്നു എന്ന് കർത്താവെ, നല്ലതാണെന്ന് പറയാൻ ഇന്നു മുതൽ കൃപ കൊടുക്കണമേ. നല്ലതാണെന്ന് പറയാൻ, നന്നായിരിക്കുന്നു എന്ന് കാണാൻ, പറയാൻ ഇത് അനുഗ്രഹമായി മാറുമെന്നുള്ള കൃപ കിട്ടട്ടെ. നെഗറ്റീവ് ചിന്തകൾ മാറിപ്പോട്ടെ. പ്രാർത്ഥിക്കുകയും ചെയ്യും നെഗറ്റീവായിട്ടുള്ള ചിന്ത അതെല്ലാം മാറിപ്പോട്ടെ. മാലാഖമാരെ കൂട്ടായി വരണമേ. സഹായിക്കണമേ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വചന ശുശ്രൂഷ, വചനത്തിൻ്റെ ഒത്തിരി ചുരുളുകൾ അഴിഞ്ഞ് ഒത്തിരി പേരെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അനുഭവേദ്യമാണെങ്കിൽ, ഉൾക്കാഴ്ചകളും അനുഭവങ്ങളും ബോധ്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ, രോഗശാന്തികൾ കിട്ടുന്നത് നിങ്ങളുടെ കമൻസിൽ അയക്കുക. മറ്റുള്ളവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ അങ്ങനെ സുവിശേഷ പ്രചോദന ശുശ്രൂഷകളിൽ സോഷ്യൽ മീഡിയയിലുള്ള സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകാൻ സാധിക്കുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തുടർന്നുള്ള പ്രോഗ്രാമുകളും വീഡിയോകളും ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമുക്ക് പരസ്പരം സുവിശേഷ ശുശ്രൂഷകളിൽ പങ്കുകാരാകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം കനിഞ്ഞ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വീണ്ടും വീണ്ടും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.